ഇങ്ങനെ ജോറ് വേറെ തേങ്ങ ചെറിയുന്നത് വേറെ അല്ല കേട്ടോ. ചക്കിയുടെ സ്കൂളിൽ ഓണസദ്യയാണ് നാളെ. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. സ്കൂളിന്റെ ഏത് പരിപാടിയായാലും പി ടി എയിലുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്. ഇതും കൂടി 4ാമത്തെ വർഷമാണ് കേട്ടോ ഓണസദ്യക്കുള്ള അരി സ്പോൺസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നല്ല ചറപറ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു കട്ടൻ കിട്ടിയിരുന്നെങ്കിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ വരുന്നു കട്ടനും സമൂസയും. അപ്പൊ പിന്നെ ഞാൻ ഹാപ്പി അല്ലേ. നേരം വെളുത്തതേ ഉള്ളൂ. രണ്ടും കൂടി രാവിലെ തന്നെ തുടങ്ങിയിട്ടാ ചമയാൻ വേണ്ടി. ഓണപരിപാടിക്കായിട്ട് പുതിയതായിട്ടൊന്നും തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇവര് വീഡിയോ ഷൂട്ട് നടത്തിയിരുന്നു. അപ്പൊ പിന്നെ ഇത് തന്നെ ഓണപരിപാടിക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചക്കിക്കുട്ടിയുടെ കുപ്പിവള ഇടുക എന്നുള്ള ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്തത് ധാവണി ഉടുപ്പിക്കുക എന്നുള്ളത് എന്റെ ടാസ്ക് ആയി. ഇവളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നല്ല ട്ടാ. ഇന്ന് സ്കൂളിലെ എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ട് എനിക്ക് സമ്മാനം കൊണ്ടുതരുന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും റെഡിയായി. ചക്കീനെ ഞാൻ തന്നെയാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടാക്കിയത്. അപ്പൊ ചച്ചുന്റെ സ്കൂള് വേറെ ഹൈസ്കൂളിലായതുകൊണ്ട് തന്നെ അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചക്കിയുടെ സ്കൂളിലായിരുന്നു ഞാൻ വന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല സൈലന്റ് ആയിരുന്നു. എല്ലാവരും എത്തണത്ര. ഏത് ഓണപരിപാടി ആയാലും മസ്റ്റ് ആയിട്ടും വേണ്ടുന്നത് പൂക്കളാണ്. അപ്പൊ ഞങ്ങൾ പൂക്കളത്തിന്റെ അടുത്താണ് നേരെ പോയത്. അപ്പോഴേക്കും ചക്കീരെ കുറെ സുഹൃത്തുക്കളെത്തി. അവരെ കൂടെ ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഫോട്ടോഷൂട്ട് കഴിയുമ്പോഴേക്കും കസരക്കളി തുടങ്ങിയിട്ടാ. അപ്പോഴേക്കും ശ്രീയക്കുട്ടി ആ കസരക്കളിയിൽ നന്നായി ഓടിയെല്ലാം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അടിക്കുന്ന ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. രണ്ടാളും മാത്രമുള്ളപ്പോ സെക്കൻഡ് ആവുന്ന കേട്ടോ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ചക്കിക്കുട്ടി മിന്നൽ മുരളിയായി പേന എടുത്തു. അപ്പൊ ചക്കിയുടെ ഫ്രണ്ട് ഷെയ്ക്ക് ഹാൻഡ് എല്ലാം കൊടുത്തു. ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേറെ ഗെയിം ആയിരുന്നു. അപ്പൊ ഇത് വേറെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കുപ്പിയിൽ വെള്ളം നിറക്കലായിരുന്നു. ഇവരുടെ ഗെയിമും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഗെയിം എത്തിട്ടോ. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കൂടി ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഈ ഗെയിമിൽ ഞാൻ 8 നിലയിൽ പൊട്ടി. അപ്പൊ പിന്നെ നേരെ പോയി പായസം സെർവ് ചെയ്യാം. പായസം സെർവിംഗ് ബക്കറ്റിലാക്കിയതേ ഉള്ളൂ കേട്ടോ. ഞാവളം പേരിയതായിരുന്നു. ഇതാകുമ്പോ ഇടക്കിടക്കെ വായിലിട്ട് കുറിക്കാലോ. ഇതപ്പോ സംഭവിച്ചു. പപ്പടെല്ലാം അടിച്ച് മാറുന്നുണ്ടല്ലോ. അച്ചാർ വളമ്പുമ്പോ 2 പ്രാവശ്യം വാങ്ങുന്നുണ്ട്. എന്താവോ എന്തോ. കുട്ടികളെല്ലാം സദ്യ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചു. ഈ സ്കൂളിലെ ഓണവിശേഷം ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.